എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്നത് ആഭാലവൃദ്ധം ജനങ്ങൾക്കും ഒരുപോലെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമായ ഒരാദർശമാണ്. ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ വിഷയത്തിൻ്റെ ഉള്ളടക്കം എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഇതാദ്യം തന്നെ പറയാൻ കാരണം, ഇതിൽ പറയാൻ പോകുന്നത് ചാണക്യനീതിയല്ല, പകരം അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയോട് കൂടിയ ദർശനങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ മറ്റു പലരിൽ നിന്നും ഈ ചാണക്യനീതി കേട്ട് നിങ്ങളുടെ കാത് തഴമ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് നമുക്ക് ആന നൽകുന്ന പാഠം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആനയുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ട ഗുണപാഠം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എഴുത്തച്ഛനിലേക്കൊന്ന് പോയിട്ട് ആ വഴി ചാണക്യനിലേക്ക് പോകാം. ഈ ഭാഗവത കീർത്തനത്തിൽ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു മൊഴിമുത്ത് ആധാരമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. കൃമി ജന്മത്തിനും എളുതായി വരും ഈ വിഷയസുഖം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം, ഈ വിഷയസുഖം, അതായത് അവിവേക ചിന്ത അല്ലെങ്കിൽ പരിധി വിട്ട അവിവേക വിചാരങ്ങൾ ഒരാളുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെയാണ്. അതായത് ഈ പറഞ്ഞ അവിവേക വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യതയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് എഴുത്തച്ഛൻ ഇങ്ങനെ കുറിച്ചത്. ഇത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നോക്കിയാൽ വികാരങ്ങളുടെ ഒരു കെട്ടാണ് മനുഷ്യൻ. എന്ന് വെച്ചാൽ 100 കൂട്ടം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് കടം വീട്ടണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭാരിച്ചു വരുന്ന ജീവിത ചെലവുകൾ, മറ്റുള്ളവരെ പോലെ അന്തസ്സായിട്ട് ജീവിക്കണം. ഈ പറഞ്ഞതെല്ലാം ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് നടത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അതിന് ആരാണ് ഉത്തരവാദി? അവനവൻ തന്നെയാണ് ഉത്തരവാദി. അതായത് നിങ്ങളുടെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാതിരുന്നതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവരും ഇവരും പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കാതെ അതിലെ തെറ്റും ശരിയും വിവേചനം ബുദ്ധിയോടുകൂടി മനസ്സിലാക്കി തനിക്ക് ആവശ്യമുള്ളത് മാത്രം താൻ സ്വീകരിക്കുക. ഇവിടെ ഈ ആനയെ ഒന്ന് നോക്കൂ. ജീവിതകാലം മുഴുവനും ചെങ്ങലയിൽ കിടന്ന് ആ ജീവിക്ക് താൻ ഒരു അടിമയാണെന്നുള്ള ആ ഒരു ബോധം ഉള്ളിൽ ഉറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വെച്ച് നമ്മൾ പറയടിപ്പിക്കുന്നു, തടി വലിപ്പിക്കുന്നു, കോലം കെട്ടിച്ച് നിർത്തുന്നു. പക്ഷേ ഇങ്ങനെയെല്ലാം നിന്നതുകൊണ്ട് ആനയ്ക്ക് ഇതിൻ്റെ എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇതേ സമയം ഇതിൻ്റെ ഗുണഭോക്താവാരാണ്? ആനയുടെ ഉടമസ്ഥൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സമൂഹത്തിൽ നമ്മൾ സ്വതന്ത്ര ചിന്തയില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ ജീവിതവും. എന്ന് വെച്ചാൽ ഒരാൾ പറയുന്നു അതാണ് ശരി, ഉടനെ നിങ്ങൾ ആ വഴിക്ക് പോകും. അപ്പോൾ മറ്റൊരാൾ പറയുന്നു അതല്ല, ഇതാണ് ശരിയായ വഴി എന്നൊരു ഉപദേശം തരുന്നു. അപ്പോൾ ഈ വഴിക്ക് പോകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ ആ ഒരു ഉറച്ച തീരുമാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകൂ. അങ്ങനെ ആ ഒരു നിശ്ചയദാർഢ്യം എപ്പോൾ നിങ്ങൾ കൈക്കൊള്ളുന്നുവോ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ഗതി പിടിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ വിവേകമുള്ള ആളുകൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ആ ഒരു ഉത്തോലകമായിട്ട്, അല്ലെങ്കിൽ ഒരു കൈപ്പന്തായി നിങ്ങളെ ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഈ കൈപ്പന്ത് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതൊന്ന് ചുരുക്കി പറയാം. ഈ കൈപ്പന്തിൻ്റെ ആ ഒരു പ്രത്യേകത, ഈ കൈപ്പന്ത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഒരാളുടെ കൈവശമുണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോൾ മറ്റൊരാളുടെ കൈക്കുമ്പിളിലേക്ക് വരും. എന്നാൽ അവിടെയും നിൽക്കില്ല, അത് വീണ്ടും മറ്റു കൈകളിലേക്ക് അങ്ങനെ പാസ് ചെയ്തു പോകും. അപ്പോൾ ഇങ്ങനെ ഈ ചാക്രികമായിട്ടുള്ള ആ ഒരു ചലനം ഈ പന്തിനുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ കൈപ്പന്തെന്ന് നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ പറഞ്ഞു പോരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ആനയുടെ ജീവിതവും. അതിന് ജീവിതകാലം മുഴുവനും ചെങ്ങലയിലിട്ട് വളർത്തുന്നു, ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ ബാഹ്യമായി ഈ പറഞ്ഞ വിധത്തിലുള്ളൊരു ബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആന്തരികമായി ഈ പറഞ്ഞ വിഭാഗം ആളുകൾ ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതുപോലെ തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ സ്വന്തം ജന്മത്തെ പഴിച്ചതുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇതിന് നിങ്ങൾക്ക് സ്വയം സാധിക്കുന്നില്ലെങ്കിൽ ഇതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ഉപായം പറയാം.
ഈ സപ്താഹങ്ങൾ പോലുള്ള സംഗമവേദികളിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള ആചാര്യശ്രേഷ്ഠന്മാർ പ്രഭാഷണങ്ങൾ നടത്തും. അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ നല്ല ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന് അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അങ്ങോട്ട് പകർത്തുക. ഇത് പറയാൻ കാരണം, ഇവർ പ്രഭാഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ മിക്കവാറും മോട്ടിവേഷണൽ സ്പീച്ചുകളായിരിക്കും. അതവർ പറയുന്നത് അവരുടെ ഈ രംഗത്ത്, അതായത് 40-50 വർഷം ആ മേഖലയിലുള്ള ആ ഒരു പ്രവൃത്തി പരിചയം വെച്ചിട്ടാണ്. ഇവിടെ ഈ ഉപ്പോളമാകുമോ ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് പോലെ ഈ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അവർ അവയെ അഭിമുഖീകരിച്ച് അതിനെ തരണം ചെയ്തു പോകുന്ന അവരുടെ ആ അനുഭവ പാഠങ്ങളെ മുൻനിർത്തിയാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ ഈ മറ്റാളുകൾ പറഞ്ഞു തരുന്ന ഈ തലയും വാലുമില്ലാത്ത ഉപദേശങ്ങളെക്കാൾ നിങ്ങൾക്ക് വിശ്വസിച്ച് കൈക്കൊള്ളാവുന്നത് ഇതുപോലുള്ള പ്രഭാഷകരുടെ നിർദ്ദേശങ്ങളാണ്. ഇത് പറയാൻ കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവർ പറയുന്നത് അവരുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇപ്പോഴുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ യഥാർത്ഥ പ്രശ്നം ആനയുടെ കാര്യത്തിൽ ചങ്ങലയാണെങ്കിൽ മനുഷ്യരുടെ കാര്യത്തിൽ തിരിച്ചറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് ശ്രീ ആചാര്യ ചാണക്യൻ ആനയുടെ ജീവിതം നമുക്ക് തരുന്ന പാഠം ഉൾക്കൊള്ളാൻ നിർദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.